അവസാന കാലങ്ങളിൽ ജെ.സി. ഡാനിയലിന് നീതി നിഷേധിച്ചത് സംബന്ധിച്ച വിവാദം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. 7 സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ കമൽ ചിത്രം സെല്ലുലോയിഡ് വിരൽ ചൂണ്ടുന്നത് അന്ന് മന്ത്രിയായിരുന്ന കെ. കരുണാകരനും മലയാറ്റൂർ രാമകൃഷ്ണനും നേരെയാണെന്ന ചർച്ചകളാണ് പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുന്നത്. സിനിമയുടെ പരസ്യത്തിന് വേണ്ടി മാത്രമാണ് കരുണാകരനെ വലിച്ചെഴുക്കുന്നതെന്ന കെ. മുരളീധരന്റെ പരാമർശം വിവാദങ്ങൾക്ക് ചൂടുപിടിപ്പിച്ചു. 1000 കമലുമാർ വിചാരിച്ചാലും കരുണാകരന്റെ പ്രതിച്ഛായ മോശമാക്കാനാകില്ലെന്ന് മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. ഒരു സിനിമയുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഇത്രയും വില കുറഞ്ഞ ഒരു പ്രചരണം നടത്തിയത് ദൗർഭാഗ്യകരമായി പോയി. കമല് നല്ല സംവിധാനമൊക്കെ തന്നെയാണ്. പക്ഷേ 1000 കമല് വിചാരിച്ചാലും കെ. കരുണാകരന്റെ ഇമേജിനെ തകർക്കാൻ സാധ്യമല്ല. സിനിമ മലയാറ്റൂർ രാമകൃഷ്ണനെ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് എഴുത്തുകാരൻ NS മാധവൻ ട്വിറ്ററിൽ കുറിച്ചു. എന്നാൽ സമാനമായ ആരോപണങ്ങൾ കെ. കരുണാകരനും മലയാറ്റൂർ രാമകൃഷ്ണനും എതിരെ ഉണ്ടായിരുന്നുവെന്ന് കമൽ ഇന്ത്യ വിഷന്റെ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. ചേലങ്ങാട് ഗോപാലകൃഷ്ണന്റെ പുസ്തകത്തിലെ ആരോപണങ്ങൾ ഇതുവരെ നിഷേധിക്കപ്പെട്ടിട്ടില്ല. ഇരുവരുമായുള്ള അടുപ്പത്തിന്റെ പേരിൽ വ്യക്തിപരമായ ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും ചലച്ചിത്രത്തോട് നീതി പുലർത്തുക മാത്രമായിരുന്നു തന്റെ ലക്ഷ്യമെന്നും കമൽ പറഞ്ഞു. വളരെ വ്യക്തമായിട്ട് പേരെഴുതിയിട്ട് അദ്ദേഹം മലയാറ്റൂർ രാമകൃഷ്ണന്റെയും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ്റെയൊക്കെ പേരെഴുതി, സാംസ്കാരിക വകുപ്പിൻ്റെ ചുമതലയുള്ള കരുണാകരൻ്റെയൊക്കെ പേര് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് സിനിമയിൽ എഴുതുമ്പോൾ, സിനിമയാക്കുമ്പോൾ എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. കാരണം മലയാറ്റൂർ രാമകൃഷ്ണനെയും കരുണാകരനെയും വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള ഒരാളായിരുന്നു എനിക്ക്. രണ്ടുപേരും വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളായിരുന്നു. എനിക്കങ്ങനെ ഇവർക്കങ്ങനെ ഒരു മുഖമുണ്ടെന്ന് വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. എങ്കിൽ പോലും മലയാറ്റൂർ രാമകൃഷ്ണനെക്കുറിച്ചും കരുണാകരനെക്കുറിച്ചും വേറെ രീതിയിൽ ഇത്തരം ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. കെ. കരുണാകരനെതിരെയുള്ള സൂചനകളുടെ പേരിൽ ചില കോൺഗ്രസ് നേതാക്കളും ചിത്രത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ വിഷൻ.